കൊല്ലം കൊട്ടിയത്ത് നിർമ്മാണത്തിലിരുന്ന ദേശീയപാതയിലെ തകർച്ചയിൽ വിദഗ്ധ സംഘം അപകട സ്ഥലത്ത് പരിശോധന നടത്തി. 2 ദിവസത്തിനുള്ളിൽ ദേശീയപാത അതോറിറ്റിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. കാൺപൂർ IITയിൽ നിന്നുള്ള ഡോക്ടർ ജിമ്മി തോമസിന്റെയും പാലക്കാട് IITയിലെ ഡോക്ടർ TK സുധീഷിന്റെയും നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതിയാണ് സ്ഥലത്ത് പരിശോധന നടത്തിയത്. വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, എപ്പോഴായിരുന്നു ഈ പരിശോധന? റിപ്പോർട്ട് എപ്പോഴാണ് സമർപ്പിക്കേണ്ടത്? ഒപ്പം ഈ റോഡ് ആകെ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണല്ലോ. അവിടെ ഗതാഗതം അത് എങ്ങനെയാണ് പുനഃസ്ഥാപിച്ചത്? ഈ NHA നിയോഗിച്ചിട്ടുള്ള ഈ വിദഗ്ധ സമിതിയാണ് ഇന്ന് മൈലക്കാടത്ത് ഈ പരിശോധന പൂർത്തിയാക്കിയത്. ഉച്ചയ്ക്ക് ശേഷമാണ് ഇവർ എത്തുന്നത്. ഇത് സംബന്ധിച്ച് ഇന്ന് യോഗത്തിലും തീരുമാനമുണ്ടായിരുന്നു. ജില്ലാ കളക്ടർ പ്രത്യേക യോഗം അടിയന്തരമായി തന്നെ ഉദ്യോഗ തലത്തിലുള്ള യോഗം വിളിച്ചു ചേർത്തിരുന്നു. അതിൽ കുറച്ച് തീരുമാനങ്ങളും എടുത്തിരുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കരാർ കമ്പനിക്കെതിരെ കേന്ദ്രം നടപടി കടുപ്പിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഈ നിർമ്മാണത്തിലെ അപാകത കണ്ടെത്തി കഴിഞ്ഞാൽ അത്തരത്തിലൊരു നടപടിയിലേക്ക് പോകും. പ്രാഥമിക ഘട്ടമെന്നുള്ള നിലയിൽ ഈ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നേതൃത്വത്തിലുള്ള പരിശോധന തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് 2 ദിവസത്തിനകം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. ഈ റിപ്പോർട്ടിന്മേലായിരിക്കും തുടർ നടപടി ഉണ്ടാവുക. വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെയാണ് ഇത്തരത്തിലുള്ള അപകടം, അതായത് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ ഈ നിർമ്മാണത്തിൽ ഇരുന്ന ദേശീയപാതയിലെ മണ്ണിടിഞ്ഞ് കൂറ്റൻ സ്ലാബുകളിലേക്ക് വീഴുകയും ഈ സർവീസ് റോഡ് പൂർണ്ണമായും തകരുകയും ചെയ്തു. സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ഇവിടെ കുടുങ്ങിക്കിടക്കുകയും പിന്നീട് രക്ഷാപ്രവർത്തനമൊക്കെ നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും നിരവധി ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുമൊക്കെ ഈ സ്ഥലത്തേക്ക് എത്തി. അതോടൊപ്പം തന്നെ മണ്ണ് പരിശോധന നടത്തണമെന്ന്. ഇപ്പോൾ എന്താണ് അവിടുത്തെ നിലവിലെ അവസ്ഥ? നിലവിലിപ്പോൾ റോഡിന്റെ ഗതാഗതം നിയന്ത്രണ വിധേയമാണ്. അതോടൊപ്പം തന്നെ ഈ ഭാഗത്ത് പുനർനിർമ്മിച്ചുകൊണ്ട്, അതായത് സർവീസ് റോഡ് പുനർനിർമ്മിച്ചുകൊണ്ട് വീണ്ടും ഗതാഗത യോഗ്യമാക്കുവാനുള്ള നടപടിക്രമങ്ങളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. നാളെ വൈകുന്നേരത്തോടെ ഈ സർവീസ് റോഡ് പുനർനിർമ്മിക്കും എന്നുള്ള കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. മറ്റന്നാൾ മുതൽ അവിടെ വാഹനങ്ങൾ അതുവഴി കടന്നു പോകാമെന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിലെ ഒരു സാഹചര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നത് ഇനിയും അപകടങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ്. കാരണം അതിന്റെ നിർമ്മാണത്തിൽ അപാകത ഉണ്ടെങ്കിൽ ഇനി പല ഭാഗത്തും ഇത്തരത്തിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അപകട സാധ്യതയുള്ള സ്ഥലങ്ങൾ കൃത്യമായി പരിശോധിച്ചാകും ഈ റിപ്പോർട്ട് സമർപ്പിക്കുക. എന്തായാലും നടപടിയിലേക്ക് കൂടെ കടക്കണമെന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം. തീർച്ചയായും മനോജ്. കൊല്ലം കൊട്ടിയത്ത് നിർമ്മാണത്തിലിരുന്ന ദേശീയപാതയിലെ തകർച്ചയിൽ വിദഗ്ധ സംഘം അപകട സ്ഥലത്ത് പരിശോധന നടത്തി 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതിനു ശേഷമായിരിക്കും തുടർ നടപടിക്രമങ്ങൾ അധികൃതർ സ്വീകരിക്കുക. മനോജാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.